കോച്ച് എന്ന നിലയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും വളരെയധികം ബിസിയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസും വർക്കും ലൈഫും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ബിസി ആയിരിക്കുന്നതും ലൈഫിൽ വളരുന്നതും എന്തുകൊണ്ടും വളരെ നല്ലതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ നമ്മളുടെ ഹെൽത്ത് അടിവേടിക്കുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് വരാറുണ്ട് അല്ലേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. ഞാൻ ഈ 2026 നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിക്കുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ബിസി ആയിട്ടുള്ള ക്ലയൻസിനെ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആകെ ഒരൊറ്റ റൂളിൻ്റെ പുറത്താണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട് ചെറിയ ടൈമിൽ, ഏറ്റവും കുറവ് ടൈമിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഹൈലി പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂള്. കോമ്പൗണ്ട് ലിഫ്റ്റ്സ്, പിന്നെ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രഷൻ, റിക്കവറി. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസേഷനും റെസ്പെക്റ്റും കിട്ടുന്ന സാധനമാണ് റിക്കവറി. ഒരു തുള്ളി എഫേർട്ട് പോലും വേസ്റ്റ് ആവാണ്ടിരിക്കാൻ നോക്കുക. ഫാമിലിക്കും ലൈഫിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള എസെൻസ് ആണ്. ആൻഡ് അതിനൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മളെ ഫാമിലി, ഹെൽത്ത്, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മര്യാദയ്ക്ക് ഒരു ജീവിതം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ ബിസി ആയിട്ടുള്ള ക്ലയൻസിനെ കോച്ച് ചെയ്യാറ്. ദാറ്റ് ഈസ് റിയൽ കോച്ചിങ്. അപ്പോൾ നിങ്ങളൊരു ബിസി പ്രൊഫഷണലാണ്, നിങ്ങൾക്ക് ഇക്കൊല്ലം ഫിറ്റ് ആവണം, ഹെൽത്തി ആവണം, വെയിറ്റ് ലോസ് ചെയ്യണം, ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കം ബാക്ക് എന്ന് DM ചെയ്യാം. നമുക്ക് സംസാരിക്കാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ, കാണാം, നമസ്കാരം.